മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. ഉച്ചാരണ പ്രയത്നം. ഉച്ചരിത ശബ്ദങ്ങളാണ് മനുഷ്യഭാഷയുടെ പ്രത്യേകത. നിശ്വാസവായുവിനെ പലതരത്തിൽ നിയന്ത്രിച്ച് പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് വ്യത്യസ്തമായ ഭാഷണ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചാരണശാസ്ത്രത്തിൻ്റെ കൃത്യത ഒരു പ്രധാന വിഷയമായി പരിഗണിക്കാറുണ്ടെങ്കിലും മലയാളത്തിൻ്റെ കാര്യത്തിൽ ഉദാസീനമായ നിലപാടാണ് കണ്ടുവരുന്നത്. മലയാളത്തിലെ ഖരാധിക്കര ഭേദവും മൃദുഘോഷ ഭേദവും പലപ്പോഴും മലയാളിയുടെ ഉച്ചാരണത്തിൽ പ്രകടമാകാത്തത് പ്രാഥമിക വിദ്യാലയത്തിൽ നൽകുന്ന പരിശീലനത്തിൻ്റെ പിഴവ് മൂലമാണ്. ക, ച, ട, ത, പ എന്നീ ഖരങ്ങൾ ഉച്ചരിക്കുന്നതിനാവശ്യമായ ശ്വാസത്തിൻ്റെ അളവല്ല അവയുടെ അതിഖരങ്ങൾക്ക് വേണ്ടത്. ശ്വാസാധിക്യം അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഗ, ജ, ഡ, ദ, ബ എന്നീ മൃദുക്കൾ ഉച്ചരിക്കുന്നതിനാവശ്യമായ ശ്വാസത്തിൻ്റെ അളവല്ല അവയുടെ ഘോഷങ്ങൾക്ക് ആവശ്യമുള്ളത്. താഴ്ന്ന ക്ലാസ്സുകളിൽ കായിക്ക ഗായിക്ക എന്ന മട്ടിൽ ഉച്ചരിച്ച് ശീലിക്കുന്നവർക്ക് മുതിർന്നു കഴിഞ്ഞാലും അത് മാറ്റിയെടുക്കുക പ്രയാസമാണ്. ക, ഖ, ഗ, ഖ, ങ എന്ന മട്ടിലുള്ള പരിശീലനമാണ് ഉച്ചാരണ കൃത്യതയ്ക്ക് ആവശ്യം. ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ചില പ്രാദേശിക ഭേദങ്ങളും സമുദായ ഭേദങ്ങളും മലയാളത്തിൽ കാണാമെന്നത് മറ്റൊരു വിഷയമാണ്. ഘോഷമായ ഭ കോട്ടയത്തുകാർ ഫ എന്നും വടക്കോട്ടുള്ളവർ ബ എന്നും ഉച്ചരിക്കാറുണ്ട്. മാപ്പിള മലയാളത്തിലും ഉച്ചാരണ ഭേദമുണ്ട്. എന്നാൽ അവയെ ഭാഷാഭേദമായി കണ്ടാൽ മതി. ഉച്ചാരണ സ്ഥാനവും ഉച്ചാരണ രീതിയും മനസ്സിലാക്കിയാലേ മാനകീകരിക്കപ്പെട്ട ഉച്ചാരണം പരിശീലിക്കാനാവൂ. ഉച്ചാരണത്തിന് മാത്രമായി നമുക്ക് അവയവങ്ങളില്ല. നാവും ചുണ്ടും വായുടെ മേൽത്തട്ടിലെ വിവിധ ഭാഗങ്ങളും എല്ലാം ആ പ്രക്രിയയിൽ പ്രധാനമാണ്. നിശ്വാസവായുവിന് ചുണ്ടിൽ പ്രതിരോധം ഏർപ്പെടുത്തുന്നതുകൊണ്ടാണ് പവർഗം ഉച്ചരിക്കാൻ കഴിയുന്നത്. ചുണ്ടിൻ്റെ കേടുപാടുകൾ ബാധിക്കുന്നത് പവർഗത്തിൻ്റെയും വകാരത്തിൻ്റെയും ഉച്ചാരണത്തിൽ മാത്രമാണ്. മേൽവരിപ്പല്ലിൽ നാവിൻ്റെ അഗ്രം തൊട്ടാണ് തവർഗം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ പല്ലില്ലാത്തവരും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഉച്ചാരണ കൃത്യത തവർഗത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെടുമെന്ന് മാത്രം. ഉച്ചാരണ ദാർഢ്യം അത്ര പ്രസക്തമല്ലാത്ത ഭാഷയാണ് മലയാളം. എങ്കിലും ചിലർ ആവശ്യത്തിൽ കൂടുതൽ ദൃഢത പ്രകടിപ്പിക്കാറുണ്ട്. തങ്ങൾ വിദ്യാസമ്പന്നരാണെന്ന് കാണിക്കാൻ നടത്തുന്ന ഇത്തരം വൃഥാശ്രമങ്ങളെ ഭാഷാ അരക്ഷിതാവസ്ഥ എന്നാണ് പറയുന്നത്. വേഷം, ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ മതിയെങ്കിലും വേക്ഷം, ഭാക്ഷ എന്നായിരിക്കും അത്തരക്കാർ പറയുക. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.